താങ്ക്സ്. എൻ്റെ ശബ്ദം കുറച്ച് ലൈറ്റ് ആയിരിക്കും, എന്നാലും കിട്ടുമായിരിക്കുമല്ലേ. തമിഴിൽ ഈ സിനിമ കഴിഞ്ഞ 29-ാം തീയതി റിലീസായിട്ടുണ്ട്. അവിടെ ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും. അപ്പം മലയാളത്തിൽ ഇന്നലെ ഞങ്ങൾ റിലീസ് ചെയ്തു. ഇന്നലെയും ഇന്നുമായിട്ട് ഒരുവിധം മലയാള പ്രേക്ഷകരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് സിനിമ എത്തിക്കണം എന്ന് നമ്മുടെ ഫ്രണ്ട്സും പ്രേക്ഷകരും ഒക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു പത്രസമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് മദൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദൻ സാറ് തമിഴിൽ ഇപ്പം നായകനായിട്ട് അഭിനയിച്ച നൂഡിൽസ് എന്ന് പറയുന്ന സിനിമ ഇപ്പം റിലീസായി അവിടെ ഒരുവിധം സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയാണ്. മലയാളത്തിൽ നോക്കി അതിനെ പറ്റി റിവ്യൂ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആ തിരക്കുകളെല്ലാം വിട്ടിട്ടാണ് പുള്ളി ഇപ്പം ഈ ഇതിന് വന്നേക്കുന്നത്. അതേപോലെ ഔസേപ്പച്ചൻ സാറിൻ്റെ 50 വർഷ സിനിമാ ജീവിതത്തിൽ കടന്നിരിക്കുന്ന സമയമാണ്. അദ്ദേഹം ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയാണ് നമ്മുടെ റൂട്ട് നമ്പർ 17. അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിനെ പോലുള്ള മ്യൂസിക് ഡയറക്ടർ ഉറപ്പായിട്ട് വേണമായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് മാത്രമേ ഈ സിനിമയെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു ലെവലിന് മുകളിൽ. അതിനായിട്ടാണ് അദ്ദേഹത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ പ്രോജക്റ്റിലേക്ക്. പിന്നെ ഡോക്ടർ അമർ രാമചന്ദ്രൻ, ഡോക്ടറായിട്ടുള്ള ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് പടവും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അദ്ദേഹമാണ്. ഇത് 2ാമത്തെ പടമാണ് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള. പിന്നെ അടുത്തത് പ്രശാന്ത് ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെയും ക്യാമറമാൻ പ്രശാന്ത് ഏട്ടനാണ്. ഇപ്പോൾ ഈ പടത്തിൻ്റെയും പ്രശാന്ത് ഏട്ടനാണ്. കാരണം എനിക്ക് ഗുരുതുല്യനായ ആളാണ്. എനിക്ക് എൻ്റെ ബലം എന്ന് പറയുന്നതും പ്രശാന്ത് ഏട്ടനാണ്. പ്രശാന്ത് ഏട്ടനും ഈ സിനിമ പ്രശാന്ത് ഏട്ടൻ്റെയും ഔസേപ്പച്ചൻ സാറിൻ്റെയും ഒരു മാജിക്കാണ് എന്ന് കൂടെ പറയാം. അത്രയ്ക്ക് അവർ രണ്ടുപേരും ഈ സിനിമയിലെ ക്യാമറയിലും മ്യൂസിക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനും മറ്റും ചെയ്തേക്കുന്ന കാന്താര എന്ന് പറയുന്ന സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ചെയ്ത അതേ ടീം തന്നെയാണ്. അതുപോലെ രാജകൃഷ്ണനാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. എഡിറ്റ് ചെയ്തേക്കുന്നത് ബ്രോഡാഡി, എമ്പുരാൻ, കുരുതി എന്നീ സിനിമകളുടെയൊക്കെ എഡിറ്ററാണ്. അങ്ങനെ എല്ലാവരും ടെക്നിക്കൽ ബേസ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അഞ്ജുവിനെ എല്ലാവർക്കും അറിയാം. അഞ്ജു ഓൾറെഡി നമ്മുടെ മേക്കിലൂടെ വന്ന് മലയാളികൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്. പിന്നെ ജിത്തൻ രമേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസറുടെ മകനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മീഡിയക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ഓണറാണ് അദ്ദേഹമാണ് ഈ സിനിമയിൽ നായകൻ എന്ന് പറയുന്നത്. പക്ഷേ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ലൈഫിലുണ്ടായ ഒരു നഷ്ടം കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും പുള്ളി വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്, വരാൻ പറ്റിയില്ല. അപ്പൊ ഈ സിനിമ ഇപ്പം നിങ്ങളുടെ മുന്നിലുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും സിനിമ കാണണം. പിന്നെ അഖിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ ഇപ്പം നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ഈ പടത്തിൽ അഖിലിനെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം എന്നുള്ളതാണ് നമ്മളുടെ ഈ പത്രസമ്മേളനം കൊണ്ട് എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഇനി ഔസേപ്പച്ചൻ സാർ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. എല്ലാ മീഡിയ സഹപ്രവർത്തകർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, എൻ്റെ 50 വർഷത്തെ മ്യൂസിക് കരിയറിൽ എനിക്ക് തുടക്കം മുതലേ ഒരുപാട് അവസരങ്ങൾ, ഞാൻ തമിഴ്നാട്ടിലെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഞാനിവിടെ കേരളത്തിൽ വന്നിട്ട് ഒരു 5 കൊല്ലമായിട്ടു. ഇത്രയും വർഷം അവിടെ എൻ്റെ സിനിമയായിട്ടുള്ള ബന്ധവും സിനിമാ ജീവിതവും വെച്ച് എനിക്ക് ഒരുപാട് തമിഴ് സിനിമകൾ ഇതിനു മുമ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിട്ടും ഞാനത് വേണ്ട, ഞാനിവിടെ മലയാളത്തിൽ അത്യാവശ്യം തിരക്കേട്ടില്ലാണ്ട് കുറച്ച് നല്ല മ്യൂസിക്കൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിൽ കൂടുതൽ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ റഹ്മാനായാലും ശരി, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്, പിന്നെ ഹാരിസ് ജയരാജ്, വിദ്യാസാഗർ തുടങ്ങിയ ഒട്ടനേകം അവിടുത്തെ ഇപ്പോഴത്തെ പ്രസന്റ് ഫേമസ് മ്യൂസിക് ഡയറക്ടേഴ്സ്, അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു, എൻ്റെ സഹപ്രവർത്തകരുമായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരുമാണ്, എൻ്റെ ഫിലിമുകളിൽ പ്രവർത്തിച്ചവരുമാണ്. അപ്പൊ അവരൊക്കെ അവിടെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇനി അതിൻ്റെ കൂടെ ഒരു കോമ്പറ്റേറ്ററായിട്ട് പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം തമിഴ് ചെയ്യാതിരുന്നത്. പക്ഷെ ഈ പ്രോജക്റ്റ് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ബന്ധവും ഇഷ്ടവുമുള്ള
ഇതിന്റെ സംവിധായകൻ അഭിലാഷ് ജി ദേവൻ, അതേപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ അമർ രാമചന്ദ്രൻ, ആ ഒരു കൂട്ടായ്മയിൽ നിന്നൊരു പടം തമിഴ് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ, അവരും മലയാളികളാണ്, അതുകൊണ്ട് തന്നെ എനിക്കും മലയാളിയായ എനിക്ക് അതിൽ ചെയ്യാൻ എനിക്കൊരു സന്തോഷം തോന്നി. അങ്ങനെ വളരെ പാഷനേറ്റ് ആയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ടുമാണ് ഞാൻ ഈ സിനിമയിലേക്ക് കയറുന്നത്. ആ കയറിയത് എനിക്ക് വളരെ എന്താ പറയാ, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. വളരെ നല്ല പാട്ടുകൾ, 3 പാട്ടുകൾ അതിലുണ്ടാക്കാൻ കഴിഞ്ഞു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ആ പടം അത് ഡിമാൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിന്റെ സബ്ജക്റ്റും അത് പിന്നെ അത് അവരെടുത്തിട്ട് വന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടവരെല്ലാവരും പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരം. പക്ഷെ അത് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഇതിന്റെ ക്യാമറാമാൻ പ്രശാന്തും സംവിധായകനും കൂടി എനിക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിൽ അത്രയും ഒരു എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മ്യൂസിക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളായിരുന്നു. അങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു. അതിലുള്ള സന്തോഷമുണ്ട്. പിന്നെ എല്ലാത്തിലുപരി നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, പക്ഷെ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും, പിന്നെ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് കാണുമല്ലോ, ഇത് കാണുന്ന പ്രേക്ഷകരും ഈ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് സിനിമകൾ കണ്ടിട്ട് നമ്മൾ പറയുമല്ലോ നമുക്ക് സമയം പോയി അല്ലെങ്കിൽ കാശ് പോയി എന്ന് പറയും. ഇതൊരിക്കലും അങ്ങനെ പറയേണ്ടി വരില്ല. 2 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ നമ്മൾ പടം ആരംഭിച്ചാൽ അത് അവസാനിച്ച് അതിന്റെ റോളിംഗ് ടൈറ്റിൽ കഴിയുന്നവരേക്കും ആ ത്രില്ല് നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊരു അനുഭവമാണ്. എൻ്റെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ട് ക്രിട്ടിക്സ് ചെയ്യുന്നൊരു പയ്യൻ ഇന്നലെ എനിക്ക് എഴുതിയ വാചകവും അതാണ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ടവന്റെ അഭിപ്രായം പറഞ്ഞതാണ്, ഇതൊരു സൂപ്പർ പടമാണ്, ഇതിന് ആകപ്പാടെ ഒരു കുറവ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രസന്റ് യുഗത്തിൽ അതൊരു കുറവേ അല്ല, അതൊരു പ്ലസ് പോയിന്റ് ആണ്. പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ ആർട്ടിസ്റ്റുകളോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോ ആരുമില്ല. അത്തരം പടങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. പടത്തിൽ ആർട്ടിസ്റ്റ് വേണം, നല്ലതാണ്, പക്ഷെ അതിനേക്കാൾ ഈ പടം നന്നായിരിക്കണം, സബ്ജക്റ്റ് നന്നായിരിക്കണം, എടുത്തത് നന്നായിരിക്കണം, പ്രസന്റ് ചെയ്തത് നന്നായിരിക്കണം. ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 100 മാർക്കും കൊടുക്കപ്പെടാവുന്ന ഒരു പടമാണ് ഇത്. തിയേറ്ററിൽ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ എല്ലാവരും ഈ പടം പോയി കാണുമ്പോഴാണ് ഞങ്ങളുടെ ഈ ടീമിന്റെ ഈ പ്രയത്നത്തിന് ഒരു ഫലമുണ്ടാവുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു പടം പോയി കാണുന്ന പോലെയല്ല. ഈ പടം നിങ്ങളെ 100% എന്റർടൈൻ ചെയ്യും. എല്ലാവരും പോയി കാണുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇതിലൊരു തരക്കെട്ടില്ലാത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഈ രൂപമൊന്നുമല്ല, അടിമുടിയൊക്കെ വെട്ടി പോലീസ് ഓഫീസറുടെ റോളാണ്. കാരണം കുറച്ച് നീറ്റായി വന്ന് ബോഡിയൊക്കെ റെഡിയാക്കിയാൽ മാത്രമേ എന്നെ അഭിനയിപ്പിക്കുള്ളൂ എന്ന് സംവിധായകൻ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്കിന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അഭിലാഷും അതേപോലെ അവസരപ്പിച്ചൻ സാറും പറഞ്ഞതുപോലെ വലിയ അവകാശവാദങ്ങളോ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം എടുക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു പ്രൊഡ്യൂസറുടെയും ആഗ്രഹം. അപ്പോൾ അഭിലാഷ് വന്ന് ഫസ്റ്റ് ടൈം കഥ പറഞ്ഞപ്പോൾ ഓക്കെ ഇതൊരു നല്ലൊരു സ്റ്റോറി ലൈൻ ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയും കൂടി അതിനകത്ത് ഒത്തുചേർന്നപ്പോൾ പ്രശാന്ത് ഏട്ടനാണെങ്കിലും അവസരപ്പിച്ചൻ സാറാണെങ്കിലും ആ ടെക്നിക്കൽ സൈഡും കൂടി സ്ട്രോങ് ആയപ്പോൾ അതിൻ്റെ വിഷ്വലും ആ വിഷ്വലിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും വന്നപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി. ഇനീഷ്യലി ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇപ്പോൾ ഈവൻ തമിഴ്നാട്ടിലാണെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് ജിതൻ രമേശിൻ്റെ ആ ഒരു സ്റ്റാർ വാല്യൂല് എനിക്ക് തടിക്ക് കേട് പറ്റാതെ ഇത് വേഗം സെയിലാക്കി പരിപാടി തീർക്കാന്നായിരുന്നു. കാരണം പ്രൊഡ്യൂസർ എപ്പോഴും ബിസിനസ് ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ്.
അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പടം കാണിച്ചപ്പോഴാണ് അവിടുത്തെ ലീഡിങ് പ്രൊഡ്യൂസേഴ്സാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളിത് തിയേറ്ററിൽ കാണിക്കാതെ പോകരുത്, പ്രോപ്പറായിട്ട് തിയേറ്ററിൽ ഇറക്കണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറക്കാനുള്ളൊരു ധൈര്യം വന്നത്. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തമിഴ്നാട്ടിലെ ആ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആൾക്കാരോട് നന്ദി പറയണം. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ അതിപ്പോഴും 4-ാം വാരം ഓടിക്കൊണ്ടിരുന്നത്. അഭിലാഷ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഫസ്റ്റ് 2 വീക്സ് ഓടിക്കഴിഞ്ഞപ്പോൾ അവിടെ പൊങ്കൽ പടം വന്നു. പൊങ്കൽ പടം വന്നപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ പോലത്തെ ചെറിയ പടങ്ങൾ മാറ്റി പൊങ്കൽ പടം കയറും. പക്ഷെ പൊങ്കൽ പടം കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ പടം മാറ്റി അതേ തിയേറ്റേഴ്സ് തന്നെ വീണ്ടും ഞങ്ങളുടെ പടം തിരിച്ചു വിളിച്ചു. അത് നമുക്ക് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. അതൊക്കെ കൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്തായാലും കേരളത്തിലേക്ക് റിലീസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയത്. എല്ലാ ആൾക്കാരും തിയേറ്ററിൽ പോയി, ഇതൊരു വൈഡ് റിലീസോ മാസ് റിലീസോ ഒന്നുമല്ല. കുറച്ചൊരു 10-20 തിയേറ്ററിൽ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അടുത്തുള്ള തിയേറ്ററുകൾ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. തിയേറ്ററിൽ പോയിട്ട് പടം കാണാൻ ശ്രമിക്കണം. റൂട്ട് നമ്പർ 17. പിന്നെ കേരളത്തിലുണ്ടായ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായിരുന്ന തിയേറ്റർ നമ്പറിനേക്കാളും കൂടുതലാണ് ആക്ച്വലി ഇന്ന്. കാരണം എക്സ്ട്രാ തിയേറ്റേഴ്സ് പടം എടുത്തു, പടത്തിന്റെ ഷോയുടെ നമ്പർ കൂടി. സെയിം തിയേറ്റേഴ്സ് അവർ രാവിലെ മോർണിംഗ് ഷോ മാത്രം തന്നവർ ആക്ച്വലി ഇന്ന് നൈറ്റ് ഷോസ് തന്നു തുടങ്ങി. ഇതൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു സിനിമയുടെ ക്രൂവിനെ സംബന്ധിച്ചും വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് RB ചൗധരി സാറിനെ കാണാൻ പോയപ്പോൾ അന്ന് സാർക്ക് ഞാൻ ആരാണെന്നും ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്താണെന്നൊന്നും അറിയില്ല. സാറ് പറഞ്ഞു എൻ്റെ മകൻ അഭിനയിച്ചു എന്നൊക്കെ ശരി തന്നെ, പക്ഷെ മകൻ അഭിനയിച്ചുകൊണ്ട് ഞാൻ പടം മകൻ അഭിനയിച്ചതുകൊണ്ടും അച്ഛൻ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടും പടം ഹിറ്റാകണമെന്നില്ലല്ലോ. ഒരു പുതുമുഖ പ്രൊഡ്യൂസർ എന്ന നിലയിൽ സാറിനെ വളരെയധികം ഉപദേശിച്ചു. നീ പടം ഇവിടെ ഇറക്കിയാൽ ചിലപ്പോൾ നിനക്ക് സൂപ്പർ ഹിറ്റ് ആകാം, കോടികൾ വാരിയിട്ട് പോവാം, ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ തയ്യാറായിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, നിനക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പണി അറിയോ മോനെ? നമുക്ക് പണ്ട് ചോക്ലേറ്റ് സിനിമയിലൊരു ഡയലോഗ് ഓർമ്മയില്ലേ, രാജംബി ദേവ് സാറ് ജയസൂര്യനോട് ചോദിക്കുന്നത്, ഇതല്ലാതെ എന്തെങ്കിലും പണി അറിയോടേത്? അപ്പം ഞാനും എൻ്റെ അനിയനുണ്ട്. അപ്പം ഞങ്ങളുടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരാണ്, ഞാൻ ഗൈനക്കോളജിസ്റ്റാണ്, ഇവ സർജനാണ്. എന്നാ കുഴപ്പമില്ല, ഇത് എവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. അപ്പം അങ്ങനെയായിരുന്നു അവിടെ RB ചൗധരി സാറിന്റെ വായിന്ന് കിട്ടിയൊരു ഇത്. പക്ഷെ എന്ത് വന്നാലും സാർ അതിന് ശേഷം സാറിനെ മീറ്റ് ചെയ്തപ്പോൾ, അഭിലാഷ് പോയി മീറ്റ് ചെയ്തപ്പം സാർ പറഞ്ഞു എന്തായാലും സന്തോഷം ഇത് ഇറക്കാൻ പറ്റിയതിൽ, അതിൻ്റെ അകത്തൊരു പാർട്ടാകാൻ പറ്റിയതിൽ സാറും സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പം ഞങ്ങളിപ്പം മൂവി മാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയെ ചേർന്ന് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളീ പറയുന്ന കാര്യങ്ങൾ മീഡിയാസ് ഉറപ്പായിട്ട് എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം നിങ്ങളാണ് ഇനി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ആൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന 2 മണിക്കൂർ ഒരു ത്രില്ലർ. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ത്രില്ലറാണ്. പിന്നെ ഈ റൂട്ട് നമ്പർ 17 ടീമിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ആക്ച്വലി ശ്രീ മദൻ സാറിനോട് പ്രത്യേക ഒരു നന്ദി പറയാനുണ്ട്. കാരണം ഒരു ഷോർട്ട് നോട്ടീസിലാണ് മദൻ സാറിനെ വിളിക്കുന്നത്. കാരണം ഇന്നലെ തീരുമാനിക്കുന്നു, മദൻ സാർ വരൂലെന്ന് ചോദിക്കുന്നു, സാർ വരുന്നു. സർ, ബിഗ് താങ്ക് യു ടു യു. മദൻ സാർ ആക്ച്വലി ഒരുപാട് തമിഴ് പടങ്ങളിൽ ചെയ്തതാണ്. അരുവി മദൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയും കുറേ പേർക്ക്. ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ അജിത് സാറിന്റെ പടത്തില് മഞ്ജു വാര്യർ ഒരാളെ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ ഷൂട്ട് ചെയ്തിരുന്നുണ്ട്. ആ മനുഷ്യനാണ്. നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയല്ല വർക്ക് കാര്യമുള്ളത്. അപ്പം അതാണ് അയാൾ. അപ്പം ഒരുപാട് വലിയ പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ച ഒരാള്
നമ്മളെ പോലെയുള്ള ചെറിയ പടത്തിന് അതും പ്രൊമോഷന് വിളിച്ചു. അത് എവിടെയല്ല, ചെന്നൈയിൽ നിന്ന് ഓടി വന്നു. താങ്ക് യു. അപ്പൊ ഇത് മലയാളത്തിലേക്ക് മദൻ സാറിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ്. സാറിന് മലയാളത്തിലും ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടാനിട വരട്ടെ. അപ്പൊ ഇവര് പറയുന്ന മലയാളം ചിലപ്പോൾ സാർക്ക് മനസ്സിലാകണമെന്നില്ല, അന്നേരം എന്നെ വിളിക്കാം, എനിക്കൊരു ചെറിയൊരു ക്യാരക്ടർ തരാം. അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പം താങ്ക് യു എവ്രി വൺ. പിന്നെ ഇത് എൻ്റെ സ്വന്തം മകനാണ് നിഹാൽ. ഇതിനകത്ത് ജിതൻ രമേഷിന്റെ ചെറിയ പ്രായം അഭിനയിച്ചാണ്. ഞാൻ അധികം സംസാരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത്. അവനോട് മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കേൾക്കുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. അവന് പക്ഷെ അഭിലാഷ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞാൽ ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ ഡയറക്ടർമാരൊന്നും നിന്നെ വിളിക്കൂല. അവസാനം അച്ഛനെ എടുക്കുന്ന പടത്തിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് അതിനുള്ള പൈസയും ഇല്ല. ഓക്കെ, താങ്ക് യു എവരി വൺ. നമസ്കാരം. ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി. തമിഴിൽ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്, റൂട്ട് നമ്പർ 17. എല്ലാ ആർട്ടിസ്റ്റിനെ പോലെയും വലിയൊരു ആഗ്രഹമായിരുന്നു തമിഴിൽ ഒരു മൂവി ചെയ്യുക എന്നുള്ളത്. ഒരു വേറൊരു ലാംഗ്വേജിൽ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു റോള് തീർച്ചയായിട്ടും തരുമ്പം എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വലിയൊരു കാര്യമാണ്. കാരണം ത്രൂ ഔട്ടിലുള്ളൊരു ക്യാരക്ടർ നമ്മുടെ ക്യാമറാമാൻ ആയിക്കോട്ടെ, അഭിലാഷ് ചേട്ടനായിക്കോട്ടെ വിശ്വസിച്ച് തന്നു. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ചെയ്തു വെച്ച വർക്ക് എല്ലാവർക്കും ചിലപ്പം അറിയാമായിരിക്കാം. MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പോഴും എല്ലാവർക്കും ഒരു തോട്ടാണ്, ആ കുട്ടിയാണോ ഈ കുട്ടി എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു റോള്, ആ ഒരു ക്യാരക്ടർ മാറി ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട്, തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ അതേപോലെ ഇതിൽ അഭിനയിച്ച എല്ലാവരും തീർച്ചയായിട്ടും അഭിലാഷേട്ടനും അഖിലേട്ടനും പിന്നെ മദനൻ സാറ്, ജിത്തൻ സാറ്, ഇവരെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു രീതിയിൽ പങ്കിടാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതാണ്. സാറ് ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, സാറ് ഞങ്ങളെക്കാട്ടും അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം തിയേറ്ററിൽ എത്ര ആൾക്കാർ കയറി അതപ്പം വിളിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ അതേപോലെ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ആർട്ടിസ്റ്റുകളിലെ ആണെങ്കിൽ ശരി, നമ്മളെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഔസേപ്പച്ചൻ സാർ സത്യം പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് MIT മൂസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ബെസ്റ്റ് സെറ്റായിരുന്നു റൂട്ട് നമ്പർ 17. അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസർ സാർ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, ആളെ ചിരിച്ചു നിൽക്കും. ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ എല്ലാത്തിലും ഇടപെടുന്നു, എല്ലാത്തിനെയും കുറിച്ച് അറിയുന്നു. അല്ലല്ല ഞാൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നുണ്ട്, അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും 100% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിലൊരു എന്താ പറയാ, 110 ഒരു ഹയസ്റ്റ്, നമ്മൾ പറയില്ലേ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയാം. ആദ്യത്തെ പടമാണെന്ന് പറഞ്ഞു ഈ കുട്ടി, പക്ഷെ ആദ്യത്തെ പടമായിട്ടല്ല തോന്നിയത്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ മിനിമം ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോയി അഭിനയിച്ചു വന്നിട്ടുള്ള ഒരു ഹീറോയിൻ എന്തൊക്കെ ചെയ്യും. നമ്മൾ ഇംഗ്ലീഷ് പടത്തിൽ ഇത്രയും ബോഡി ലാംഗ്വേജും ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ആക്ടിങ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആരായാലും പേടിച്ചു പോകും. കാരണം ഭയങ്കര ധൈര്യമാണ്, താഴ്ത്ത് വീഴാനും ശരി. ബുദ്ധിയില്ലാത്തോണ്ടാവും. അതെനിക്കറിയില്ല. അപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്നവരെല്ലാവരും ബുദ്ധിയില്ലാത്തവരാണ്. പേടിക്കാനുള്ള ബുദ്ധി, ധൈര്യമാണ്, അവരുടെ പാഷനാണ്, ഡെഡിക്കേഷനാണ്. അവർ ബേസിക്കലി ഒരു ആർട്ട്, അവരുടെ പ്രൊഫഷൻ ഈ ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോ എയർ ഹോസ്റ്റസ് ആണ് എയർ ഇന്ത്യയില്, അല്ലേ? ശരി, ഓക്കെ. അത് എനിക്കാവും. ഞാൻ പറയുന്നത്
നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതില് നമ്മളൊക്കെ ബാക്കി എല്ലാവർക്കും റോള് ചെയ്യാനുണ്ട്. ഇതിലിപ്പോ ഈ ഹീറോ അഖിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഹീറോ പകുതിയിൽ വെച്ചിട്ട് നമ്മൾക്ക് നഷ്ടമാകും, മരണപ്പെട്ടു പോകുന്ന ഒരു കഥയാണ്. അത് സസ്പെൻസ് ഞാൻ ഇപ്പൊ പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾ അത് കാണിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോ ആണോ, ഫുൾ പിക്ചറിലില്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോകും. അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ അറ്റത്തിരിക്കുന്ന ഈ നമ്മുടെ എല്ലാം മദൻ എന്ന് പറയുന്ന അരുവിയിലെ കാര്യം, അദ്ദേഹം ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അദ്ദേഹം ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പടം മാത്രം അദ്ദേഹം ഒരു ഡയറക്ടറാണ് തമിഴില്. തമിഴ്നാട്ടിൽ പോയിട്ട് മദനെ കുറിച്ച് അന്വേഷിച്ചറിയാം. അദ്ദേഹം അവിടുത്തെ ഒരു പുലിയാണ്. സത്യത്തില് സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരുപാട് എല്ലാ സൂപ്പർ സ്റ്റാർസിനും എന്താ പറയാ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ മദൻ എന്ന് പറയുന്നത് അവർക്കൊക്കെ ഒരു പേടിയാണ്. അത്രയും ത്രില്ലിംഗ് ആയിട്ട്, അത്രയും വൈഭവത്തോട് കൂടിയിട്ട് മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരു മദനാണ്. പക്ഷെ ആ ആക്ടർ ഇന്നിവിടെ കേരളത്തില്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്നു വളരെ പാവത്തിനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ വലിയൊരു ആക്ടറാണ് തമിഴ്നാട്ടിലെ. അദ്ദേഹം ഇവിടെ വന്നതിന്റെ കാരണം ഈ പടം അത്രയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹമാണ് കൂടുതലും പ്രൊഡ്യൂസറുടെ അടുത്ത്, ഡയറക്ടറുടെ അടുത്ത് ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് വെൽക്കം. യു ക്യാൻ കണ്ടിന്യൂ. നടുവിൽ ഇന്ററപ്റ്റ് ചെയ്യുന്നത് മാത്രമേ. സാർ ഈ പറഞ്ഞ എൻ്റെ ജീവിതം തന്നെ സഫലമായി, ധന്യമായി. അതെ, താങ്ക് യു സോ മച്ച് സർ. അപ്പം എല്ലാവരും ഈ പടം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്താണ് ഇങ്ങനെ പറയുന്നതെന്നുള്ളതിൻ്റെ കാരണം, ഞങ്ങൾ ഇപ്പോൾ തോന്നുന്നു ഒരു 10 തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ 10 തിയേറ്ററിൽ നമുക്ക് വേറെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാലേ വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം മനസ്സിലാവും. നമ്മൾ ഒരു OTT പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടാണ് എല്ലാവരും മാക്സിമം. അത് ശരിയാ, ആദ്യം തിയേറ്ററിൽ കാണും, എന്നിട്ട് നമുക്ക് OTT കാണാം. അപ്പം എല്ലാവരും എന്തായാലും നമ്മുടെ മൂവി മലയാളികൾ, ഈ ചിലവർക്ക് ഡൗട്ട് ഉണ്ട് തമിഴല്ലേ നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ് കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഇതിലില്ല. അപ്പം നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതൊന്നും മനസ്സിൽ വെക്കരുത്. പിന്നെ ചിലവർ പറയും ഹൊറർ മൂവിയാണോ എന്ന് ചോദിച്ചിട്ട് ചിലർ പറയുന്നുണ്ട് കുട്ടികളൊന്നും കൂടി വരില്ല എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് വരരുത്. അതൊരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. അപ്പം എല്ലാവരും വന്ന് നമ്മുടെ മൂവി കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ക്യാമറയുടെ പുറകിൽ കാണിക്കുന്ന അഭ്യാസം വരില്ല, മുന്നിൽ നിന്നാലും എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്ത് പറയണം നോക്കുക. പിന്നെ പറയേണ്ട കാര്യങ്ങൾ തല മുതൽ ഇതുവരെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം പടത്തെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ടീമിനെ പറ്റി പറയണ്ടേ. അപ്പൊ ഏതൊരു കലാകാരന്മാരും ഇപ്പൊ നമ്മളെല്ലാവരും, സാറാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും, ഞാനെപ്പോഴും പറയും മനസ്സുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ നമുക്ക് ലൊക്കേഷനിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും മനസ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ പടവും അതിന്റെ പിന്നിൽ ഞങ്ങൾ ചെയ്ത തായ്തരവും സെയിം ടീമാണ്. അപ്പൊ ഇതിന്റെ ഒരു എല്ലാവരും നന്നായി എന്ന് പറയുന്നത് എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഒരു നല്ല റിസൾട്ട് ഉണ്ടായി എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അങ്ങനത്തെ ഒരു ടീമായിരുന്നു. ജോസഫ് സാറാണെങ്കിൽ ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരാൾ ഞങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും, ഈ പറഞ്ഞ ഇടപെടുന്നല്ല പറഞ്ഞത്, എല്ലാ കാര്യത്തിനും എപ്പോഴും വിളിച്ചന്വേഷിക്കുകയും നമ്മളെ കൂടെ നിൽക്കുകയും, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈഫിൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് നമ്മുടെ കൂടെ നിൽക്കുക, ഈ സിനിമയുടെ കൂടെ നിൽക്കുക. അപ്പൊ 2 സിനിമയ്ക്കും ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങൾക്കത് ഒരു ടീമായിട്ട് നിന്നുകൊണ്ടാണ് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അതുപോലെ എല്ലാവരും, ഇപ്പം ഡയറക്ടർ അതൊരു സബ്ജക്റ്റ്, അതുപോലെ പ്രൊഡ്യൂസർ മാത്രമല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്. അപ്പം ധൈര്യത്തിൽ നമ്മൾ ഏൽപ്പിച്ച ജോലി നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിയെന്ന് പടം കണ്ട ആളുകൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാവരും മാക്സിമം നമുക്ക് ചെയ്യാവുന്ന എല്ലാ എഫേർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു വിഷ്വലിന്
നന്നായി എന്ന് പറയുന്നത് വിഷ്വലിന് ജീവൻ കൊടുത്ത അശോകൻ സാറാണ്. സാറിന്റെ മ്യൂസിക്കിലാണ് ചിത്രത്തിന് ശരിക്കും ജീവൻ വന്നതെന്ന് പറയാം. ആരും ഇൻഡിപെൻഡന്റ് കളിയല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ മനസ്സോട് വർക്ക് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് ഉണ്ടായി. അപ്പൊ ഏത് കാര്യത്തിലും ഒരേ മനസ്സോടെ കുറച്ച് ആൾക്കാർ കൂടി നിന്ന നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമ. തമിഴ്നാട്ടിൽ സ്വീകരിച്ചു. മലയാളത്തിന് ഞങ്ങൾ മലയാളികളായതുകൊണ്ട് എന്താ ഇവിടെ റിലീസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ഒരുമിച്ച് പടം കണ്ടു. പടം കണ്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പൊ എന്തായാലും ഇതൊരു എടുത്ത് കൊണ്ടുവരണം, മുകളിലേക്ക് എല്ലാവർക്കും മുന്നിൽ ഒന്ന് പ്രദർശിപ്പിക്കണം, നമ്മള് ചെയ്ത വർക്കുകൾ എല്ലാവരും കാണണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണുക, തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഈ ടീമിനെ അനുമോദിക്കുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 8 വർഷം മുന്നാണ് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യുന്നത്. അത് തമിഴ് സിനിമയായിരുന്നു. എന്തോ നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് അതിങ്ങനെ പെട്ടിയിലായി പോയി. അതിന് ശേഷം 8 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. അതിനുശേഷം ഞാൻ കുറച്ച് മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ 8 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്ത് അത് റിലീസാവുന്നത്. നല്ലൊരു സിനിമയാണ്. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരോടും അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വിഷ്വലൈസേഷൻ കൊണ്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ് എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. எல்லாத்துக்கும் வணக்கம். மலையாளம் எனக்கு புரியும். ஆனால் மலையாளம் வந்து நான் பேசி உங்களை கஷ்டப்படுறதை விட தமிழ்லேயே பேசிடலாம்னு நினைக்கிறேன். என்னன்னா, இப்போ இங்கே வந்த எல்லாருமே வந்து டேரக்டர் இருக்கட்டும், ப்ரொடியூசர் இருக்கட்டும், ஹவுஸ் விஷயத்தில் இருக்கட்டும், எல்லாருமே வந்து மதன் இவ்வளோ தூரம் வந்தது பெரிய விஷயம் அப்படின்னு நிறையா பாராட்டினாங்க. அப்படி பார்க்கல நான். என்னன்னா, ஒரு மலையாள டீம்லேருந்து, ஒரு க்ரூலேருந்து வந்து ஒரு தமிழ் படம் அங்கே பண்ணியிருக்காங்கங்கிறது ரொம்ப பெரிய விஷயமா நான் பார்க்குறேன். ஏன்னா இவங்க வந்து ப்ரொமோஷனுக்கு எவ்வளவு மெனக்கட்டாங்க, தேட்டருக்கு கொண்டு போகிறதுக்கு எவ்வளோ சிரமப்பட்டாங்க, அதுக்கப்புறமா தேட்டரில் படம் வந்ததுக்கு அப்புறமா ப்ரொமோஷன் ஆக்டிவிட்டீஸாக ஒவ்வொரு நாளும் எவ்வளவு வேலை செஞ்சாங்கிறது எனக்கு தெரியும். ஸோ ஒரு ஆர்டிஸ்டாக ஒரு ப்ரொமோஷனுக்கு மலையாளத்தில் படம் ரிலீஸ் ஆகும் பொழுது கண்டிப்பாக நான் வரணும் அப்படின்னு நான் நினச்சேன். ஏன்னா வந்து இது ஒரு 2 hours உள்ள படம் தான். ரொம்ப என்கேஜிங்காக உங்களை கண்டிப்பாக எக்ஸைட் பண்ணக்கூடிய படமாக இருக்கும். 2 hours எப்படி போணுச்சு அப்படின்னே தெரியாத அளவுக்கு ஒரு நல்ல படமாக இருக்கும். இன்னொரு திங், அமர் சார் வந்து அவர் ப்ரொஃபஷனலி இஸ் அ டாக்டர். ஒரு டாக்டராக இருந்துக்கிட்டு ஒரு சினிமா மேலே இருக்க பேஷனால் ஒரு பெரிய பணம் இன்வெஸ்ட் பண்ணி வர்றதுங்கிறது ரொம்ப பெரிய விஷயம். அப்படி ஒருத்தர் வந்திருக்கும் பொழுது கண்டிப்பாக நம்மெல்லாம் அவரை சப்போர்ட் பண்ணணும் அப்படிங்கிறது ஒரு ஆக்டராக எனக்கு. இன்னொன்று, அபிலாஷ் சார் வந்து எனக்கு இதுக்கு முன்னாடி இவங்க யாருமே அறிமுகம் கிடையாது. பேர் ஒரு ஜான் அவர் வழியாக தான் சொல்லி நான் அந்த படத்துக்குள்ள நடிக்கிறதுக்கு வரேன். ஆனால் அந்த டீமாக க்ரூவாக வந்து அப்படி ஒரு லவ்வபிளான க்ரூ. அவங்க ஒரு ஷூட்டிங் பண்ணுற மாதிரியோ இல்லை ரொம்ப சிரமப்பட்டு ஒரு வேலை செய்கிற மாதிரி அப்படி இல்லவே இல்லை. ஒவ்வொரு நாளுமே ரொம்ப சந்தோஷமாக வேலை செய்கிற மாதிரி இருந்துச்சு. எல்லாருமே ஒரு மாதிரி ஒரு அண்ணதம்பி மாதிரி ஆகிட்டோம். இதெல்லாம் தான் முக்கியமான காரணம் இன்னைக்கு வந்து இங்கே இந்த ப்ரொமோஷன் ஆக்டிவிட்டியில் நம்மளும் கலந்துக்கணுங்கிறது. இதில் இன்னொரு அடிஷனலான இன்னொரு விஷயமும் உண்டு. என்னன்னா, ஒரு மலையாள இண்டஸ்ட்ரிக்குள்ள நடிக்கணுங்கிற ஆசை எண்ணம் எனக்கும் உண்டு. அதுவும் ஒரு காரணம். இப்படி வர்றது மூலியமா, உங்களை மீடியா பீப்புளை பார்க்கறது மூலியமா இப்படி ஒரு தமிழ் நடிகன் இருக்கான் அப்படின்னு கண்டிப்பாக கொண்டு போய் சேர்ப்பீங்கிற ஒரு எண்ணமும் எனக்கு உண்டு. ஸோ அதையும் உங்ககிட்ட ரெக்வெஸ்ட் நான் கேட்டுக்கிறேன். அதே சமயத்தில் இந்த படம் பார்க்காதவங்க கண்டிப்பாக தேட்டரில் போய் பாருங்க. நிச்சயமாக உங்கள் எல்லாத்துக்கும் பிடிக்கும். பிடிச்சிருக்கும் பட்சத்தில் எல்லாத்தையும் பார்க்க சொல்லுங்க. தேங்க்யூ. തമിഴിൽ സിനിമ എടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെ ഭൂരിപക്ഷം മലയാളികളാണല്ലോ. ഞാൻ മലയാളിയാണെങ്കിലും ഞാൻ ജനിച്ചതും പഠിച്ചതും എല്ലാം തമിഴ്നാട്ടിലാണ്. എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ വായിക്കാനോ ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ മലയാള സിനിമകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക്, തമിഴ് ജനതയ്ക്കും ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് അത്ഭുതത്തോടു കൂടി കാണുന്നതാണ്. കാരണം ഇത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇത്രയ്ക്കും നല്ല മലയാള സിനിമകൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലേക്ക് വരണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവിടെ ജനിച്ച് വളർന്നത് എനിക്ക് തമിഴുമായിട്ടാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആ തമിഴിന്റെ കൾച്ചറിലും തമിഴിന്റെ രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ളത്. മലയാളമായിട്ട് അത്രയും വലിയ കണക്ഷൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഇത് തമിഴ് സിനിമയായത്. അതിന്റെ ബാക്കി ഞാൻ പറയാം.
അഭിലാഷ് വന്ന് കഥ പറയുമ്പോൾ എനിക്കൊരു ഇതുണ്ടാവല്ലോ, മലയാളത്തിൽ എടുക്കണോ തമിഴിൽ എടുക്കണോ എന്നല്ല. അഭിലാഷിന് കണക്ഷനുള്ള ആർട്ടിസ്റ്റ് തമിഴിലായിരുന്നു. അതുകൂടിയാണ് അടുത്ത റീസൺ ഞാൻ തമിഴ് കമ്മിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമുക്ക് പരിചയമുള്ള ടെക്നീഷ്യൻസ് മുഴുവൻ മലയാളികളാണ്. അതാണ് എളുപ്പം കോർഡിനേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ സൈഡ് മലയാളത്തിലേക്ക് തന്നെ വന്നു. ഇതെന്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമല്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് മലയാളം പടം തന്നെയാണ്, ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്നും ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമിഴിലേക്ക് വന്ന തായ്നിലം, അതേപോലെ റൂട്ട് നമ്പർ 17. ഈ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള അടുത്ത ഇതും മലയാളം പടം തന്നെയാണ്. ലവ്ലി എന്ന് പറഞ്ഞിട്ട് ദിലീഷ് നായർ ഡയറക്ട് ചെയ്യുന്നു, ആഷിഖ് അബു ആദ്യമായിട്ട് ക്യാമറ ചെയ്യുന്ന മൂവി. ഈ നിർമ്മാണ കമ്പനി അങ്ങനെ ഫുൾ തമിഴിലേക്ക് പോയതൊന്നുമല്ല, മലയാളം തമിഴും ഒക്കെ ഉണ്ട്. കിട്ടിയ അവസരങ്ങൾ ഏതാണെങ്കിലും നോക്കും, പൈസ തിരിച്ചു കിട്ടണം. ഒരു തമിഴ് ചിത്രം, പ്രത്യേകിച്ച് ഒരു സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ മ്യൂസിക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഇന്റൻസീവ് ആയിരിക്കണം. അപ്പം ഇങ്ങനെ ഒരു തമിഴിലൊരു തുടക്കം എടുക്കുമ്പോൾ എത്രത്തോളം പ്രോബ്ലം അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേക്ക് പോക്ക് എന്ന് പറയാലോ. ഞാനിവിടെ മലയാളിയാണെങ്കിലും 20 വയസ്സുള്ളപ്പോൾ തമിഴ്നാട്ടിലേക്ക് കുടിയേറിയവനാണ്. എൻ്റെ 65 വയസ്സ് വരയ്ക്കും, അതായത് ഏതാണ്ട് ഒരു 45 വർഷം തമിഴ്നാട്ടില് തമിഴ് ജനതയുടെ കൂടെ തെലുങ്ക്, ഹിന്ദി, എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ റെക്കോർഡിങ് പങ്കെടുത്ത ഒരു വയലിനിസ്റ്റ് ആയിരിക്കും. മേ ബി നമ്പർ 1. അതെനിക്കറിയാം. കാരണം അത്രമാത്രം ഞാൻ വയലിലൂടെയാണ് ചെന്നൈയിലേക്ക് കയറിയത്. പിന്നെ എൻ്റെ തലയിലെഴുത്ത് പരദേട്ടൻ മാറ്റി. പക്ഷേ ഞാൻ അവിടെയാണ് ജീവിച്ചത്. എൻ്റെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എല്ലാവരും തമിഴരായിരുന്നു. ഞാൻ മലയാള പടത്തിന് കൂടുതലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം പടത്തിന് മ്യൂസിക് ചെയ്യും. പക്ഷേ ഞാൻ അപ്പോഴും ഒരു വയലിനിസ്റ്റായിട്ട് ഈ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഈ പടങ്ങളിലൊക്കെ ഡെയിലി റെക്കോർഡിങ്. അപ്പൊ അന്നന്ന് നടക്കുന്ന അപ്ഡേഷൻസ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തമിഴ് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല. എൻ്റെ മദർ ടങ്ങിനെ നെക്സ്റ്റ് കണ്ടു നിൽക്കുന്ന ഒരു ഭാഷയാണ് തമിഴ്. പിന്നെ ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളും ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഡെയിലി രാത്രി 1 or 2 പടം കാണും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്താണ് പുതിയത് എന്താണെന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പണ്ട് മുതലേ എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് ഫിലിംസിന്റെ ട്രാക്ക്. അന്ന് എനിക്ക് തോന്നുന്നത് ആരും അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ തേടി പിടിച്ച് അന്നൊരു 45 കൊല്ലം മുമ്പ് അന്ന് കാസറ്റ്, TDK കാസറ്റില് നമ്മൾ ഈ മ്യൂസിക് കടകളിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തെടുക്കും ഇതിന്റെ സൗണ്ട് ട്രാക്ക്. അതിൽ ഡയലോഗുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ കേട്ട് പരിശീലിച്ചതാണ്. അതാണ് ദാറ്റ് അപ്ഡേറ്റഡ് മീ. അതെന്നെ അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ അത് മാത്രമല്ല, ഏതൊരു പടം ചെയ്യുമ്പോഴും പടം ഡിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു സബ്ജക്റ്റാണ്, ത്രില്ലിംഗ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഗീതം തന്നെ വരും. കാരണം അത് കുറച്ചൊക്കെ നമുക്ക് സംഗീതം ഉണ്ടല്ലോ, പരിചയമുണ്ടല്ലോ. അപ്പൊ സബ്ജക്റ്റ് നല്ലതല്ല, അതൊരു ഒപ്പിച്ചുണ്ടാക്കിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മ്യൂസിക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാലും അത് വർക്കൗട്ട് ആവില്ല. പക്ഷെ ഈ പടം നിങ്ങൾ കണ്ടു നോക്കുക, ഇതിൽ മ്യൂസിക് ഭീകരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നവരെല്ലാവരും പറയുന്നത്. ഇപ്പൊ ഞാൻ സ്വയം പറയുന്നതല്ല. ഞാനും ഇന്നലെ ഈ സാധനം 2 ദിവസം മുമ്പ് ഞാൻ പ്രിവ്യൂ കണ്ടപ്പോ ഞാൻ എന്ത് ത്രില്ലിംഗ് ആണ്. എൻ്റെ വരയ്ക്കും അതിലൊരു വലിയ ഭാഗം ഞാൻ ചെയ്ത സംഗീതത്തിന് ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടത് ആ പടം കണ്ടപ്പോഴാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും. മനസ്സിലായി. ഡയറക്ടറുടെ അടുത്താണ് ഇപ്പൊ നമ്മൾ ഒരുപാട് കുറച്ചുകൂടെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന പാറ്റേൺ ത്രില്ലർ, സൈക്കോ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. തമിഴിലായാലും ശരി, അവർ ഇച്ചിരി ക്രിയേറ്റീവ് ആയിട്ട് പക്ക കുറച്ചുകൂടെ വയലൻസ് ഉണ്ടെങ്കിലും കാണിക്കുന്നുണ്ട്, ഒന്നും ഡിഫറെന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. റൂട്ട് നമ്പർ 78 എത്രത്തോളം ഡിഫറെന്റ് ആണ്? ഒരു സൈക്കോ ത്രില്ലർ ഫിലിമാന്ന് പറഞ്ഞു, എത്രത്തോളം ഡിഫറെന്റ് ആണ്? ഇത് ശരിക്കും ഒരു സർവൈവൽ ത്രില്ലറും കൂടെയാണ്. സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ശരിക്കും നമ്മൾ ഒരു സ്ഥലത്ത് ലോക്കായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഓരോ സെക്കൻഡും ഇവർ രക്ഷപ്പെടുമോ പെടില്ലയോ എന്നുള്ള ചിന്തയിലൂടെ ഓരോ പ്രേക്ഷകനെയും കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്.
ലോകത്തെ എല്ലാ ത്രില്ലർക്കും ഉള്ള ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ത്രില്ലടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ത്രില്ലടിപ്പിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ആ ഒരു ത്രിൽ ഉണ്ടാവും തോന്നുന്നു. കണ്ടിടത്തോളം അങ്ങനെയാണ് എന്റെ പ്രതീക്ഷ. മനസ്സാർ നമസ്കാരം, മലയാളം മനസ്സിലാവോ? ഓക്കെ സാർ, സാറിന്റെ മിക്ക സിനിമകളും നോക്കുമ്പോൾ അതിനകത്ത് സ്ഥിരം ഞങ്ങൾ കണ്ടുവരുന്ന പറ്റാണ് ഒന്നെങ്കിൽ ഒരു പോലീസ് വേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു വില്ലൻ വേഷങ്ങളായിരിക്കും. എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന്? இல்ல இந்த ஹைட்டு ஆளை பார்த்தாலே வந்து உனக்கு போலீஸ் கொடுத்தா ஈஸியா பண்ணிடும், அது அவங்களோட கன்வீனியன்ட். ஆனா ரீசெண்டா நான் அயலின்னு ஒரு சீரீஸ், அதுல ஒரு அப்பா ரோல் பண்ண அனுமோல் தான் எனக்கு பேரா பண்ணாங்க. அது ரொம்ப ரொம்ப நல்லா அந்த சீரீஸ். அதுக்கப்புறமா இப்போ ரீசெண்ட் மூவிஸை வேற வேற கேரக்டர்ஸ் பண்ணிட்டு இருக்கேன். நீங்களும் கூப்பிட்டு உங்க டேரக்டர்ஸ்லாம் சொல்லுங்க, வேற ஒரு கேரக்டர் கொடுக்க சொல்லுங்க, வந்து நடிக்கிறேன். നായകനെടുത്താണ്. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഒരു തമിഴ് സിനിമയാന്ന് പറയും. അപ്പോൾ ഇതിന് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, ഇതേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് എനിക്കൊന്ന് കുറച്ചുകൂടെ വുമൺ ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്, അവിടുന്ന് സർവൈവൽ ചെയ്യുന്ന ഒരു. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഇതിൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്തിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കോസ്റ്റ്യൂം തൊട്ടിട്ട് എല്ലാം ഭയങ്കരമായിട്ട് പ്രോപ്പർ പക്കയായിട്ടായിരുന്നു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും അത് ഡിസൈഡ് ചെയ്തതും. അപ്പോൾ നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കോസ്റ്റ്യൂം പോലും, കാരണം നമ്മൾ ആ ഒരു കേവിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ടെമ്പറേച്ചറൊക്കെ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് തൊട്ടിട്ട് ഒരു ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വരെ അഭിലാഷിന് തീർച്ചയായിട്ടും നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അഭിലാഷിന് നല്ലൊരു പ്ലാനിങ് ഉള്ളതിനെ കൊണ്ടായിരുന്നു ഫസ്റ്റ് എന്നെ റിജക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. കാരണം ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ വർക്ക് കഴിഞ്ഞ് വരായിരുന്നു. അപ്പം എൻ്റെ ഒരു ലുക്കിന് അഭിലാഷേട്ടൻ ഈ ഒരു ക്യാരക്ടർ ഓക്കെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഓഡീഷൻ വെച്ച് കഴിഞ്ഞപ്പം അഭിലാഷേട്ടൻ ഓക്കെ ആയി. പിന്നെ പ്രോളി ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ചിട്ടൊരു ഡയറക്ടർ തന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ ബെസ്റ്റ് തന്നെ ഞാൻ കാണിക്കണം. അതിനെ കൊണ്ട് തന്നെ ഇപ്പം ഈവൻ ഡ്യൂപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തു വെച്ചൊരു വർക്കിന്ന് ഇങ്ങനൊരു വർക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി ഓക്കെ. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനൊരു ക്യാരക്ടർ തന്നപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അഭിലാഷിനെ വിളിച്ചിട്ട് എപ്പോഴും ചോദിക്കും എന്താണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഓരോ സീനാണെങ്കിലും ശരി, അവർക്കറിയാം അവരുടെ ക്യാരക്ടർ എങ്ങനെ നോക്കണം, എങ്ങനെ ഫ്രെയിമിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം അതെല്ലാം പറഞ്ഞു തന്നത് അഭിലാഷേട്ടനും പിന്നെ നമ്മുടെ പ്രശാന്ത് ഏട്ടനും പിന്നെ അസോസിയേറ്റ് അവരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്. അത് ഞാൻ എത്രത്തോളം ചെയ്തു എന്നുള്ളത് നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത്. സിനിമ തന്നെയാണ് പാഷൻ? എനിക്ക് 2 പാഷനുണ്ട്. അതാണ്, സിനിമയുണ്ട്, അതേപോലെ ഞാൻ ഫ്ലൈയിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. 2ഉം ദൈവം സഹായിച്ച് ഇപ്പം ടച്ച്വുഡ് മാനേജ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം സിനിമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഇപ്പോൾ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മളത് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി. പക്ഷെ ജോബ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു ജോബ് ഒരു 1 ഇയറോ അങ്ങനെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനി ടൈം വി ക്യാൻ റീസ്റ്റാർട്ട്. അപ്പൊ അതിനെ കൊണ്ട് തന്നെ 2ഉം ഞാൻ നല്ലതുപോലെ പേടിച്ചാണ് 2ഉം അവിടെ ഇവിടെ ഒരു പ്രശ്നം വരാതെ കൊണ്ടുപോകുന്നത്. കുട്ടി മുട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ജോബ് എപ്പോഴും വേണമെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാം. അതിനെ കൊണ്ടാണ് നമ്മളൊരു ജോബ് ഒരു കയ്യിൽ വെക്കുന്നത്. എൻ്റെ പാരൻസിനാണെങ്കിലും അത് ഭയങ്കര നിർബന്ധമായിരുന്നു. ഈവൻ എനിക്കാണെങ്കിലും ഭയങ്കര നിർബന്ധമായിരുന്നു, ഒരു ജോബ് വേണം. പിന്നെ ഇപ്പം ജോബ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമാണ്. ഞാൻ വിചാരിക്കും അയ്യോ സിനിമയൊന്നും ചെയ്യുന്നില്ലല്ലോ. സിനിമ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഫ്ലൈയിങ് ഒന്നുമില്ലല്ലോ. അങ്ങനെ 2ഉം ഇങ്ങനെ ക്ലാഷ് ആവാറുണ്ട്. ബട്ട് സംഭവം എല്ലാം മാനേജ് ചെയ്ത് പോകാറുണ്ട്. 2ഉം എനിക്ക് അങ്ങനെ വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഓൺലി പ്രൊഡ്യൂസറിനാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഭയങ്കര പേടിയാ. ഞാൻ ടൈമിന് വരുമോ, ഞാൻ ഫുൾ ചാർട്ട് ചെയ്തിട്ടായിരിക്കും ഓക്കെ ഇത്ര മണിക്ക് ഈ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നു, ഇത്ര മണിക്ക് ലൊക്കേഷനിൽ പോകുന്നു, ഇതൊക്കെ ചാർട്ട് ചെയ്തിട്ടായിരിക്കും വരിക. അതിന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ
ഈ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടാറുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ മാക്സിമം അതെ ചെറിയ ടെൻഷൻസ് മാക്സിമം ഞാൻ ഷൂട്ടുള്ള ടൈമിൽ ഫ്ലൈങ് ചെയ്യാറില്ല. അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യാറ്. ഇപ്പം ഒരു ലീഡ് ക്യാരക്ടറാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഇനിയുള്ള സിനിമകൾ വരുമ്പോഴും അതേപോലത്തെ കഥാപാത്രങ്ങൾ സ്വീകരിക്കാനാണ് ഇഷ്ടം, അതായത് ക്യാരക്ടർ റോൾസ് വന്നാലും ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്ക് നല്ല ക്യാരക്ടർ റോൾസ് ആണെങ്കിലും ഞാൻ ഓക്കെയാണ്. പക്ഷെ നമുക്ക് സ്ക്രീനിൽ നമുക്ക് തരുമ്പം നമുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂവി കണ്ടിറങ്ങുമ്പം ആ ഒരാളുടെ മനസ്സിൽ തോന്നണം ഈ ക്യാരക്ടർ ചെയ്തത് ആ വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നെ ലീഡിങ് റോൾ ആണെങ്കിലും അതും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് റോള് കിട്ടിയാൽ മതി. നായകന്റെ അടുത്താണ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ആദ്യത്തെ ചിത്രം ഇറങ്ങാൻ പോകുന്ന ഒരു ആദ്യത്തെ ചിത്രം തന്നെയാണത്? എത്രത്തോളം ഹാർഡ് വർക്ക് ആണ്, എത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ട്? അത് ഞാൻ ചെയ്തതിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു, ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഒരുപാട് ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ റോപ്പ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ ഇഞ്ചുറീസ് ഒന്നും പറ്റിയില്ല. പിന്നെ 5 ഇടയ്ക്ക് കാലൊക്കെ ഒന്ന് ഒടിഞ്ഞ് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു സംഭവ ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഒരുപാട് എൻജോയ് ചെയ്തൊരു ഷൂട്ടായിരുന്നു. ഇപ്പോ ഒരുപാട് തമിഴ് ചിത്രങ്ങൾ കാണുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ പണ്ടായിരുന്നു കുറച്ചുകൂടെ മാസ് മസാല അല്ലെങ്കിൽ അടിച്ച് പറപ്പിക്കുക അങ്ങനത്തെ ഒരു സീൻസുകൾ തമിഴ്. ഇപ്പൊ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്തില്ലെങ്കിൽ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്, വില്ലേജ് സ്റ്റോറീസ് അങ്ങനത്തെ കുറച്ചുകൂടെ വരുന്നുണ്ട്. ശരി, ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സബ്ജക്റ്റുകളാണ്. ഏത് ഇൻഡസ്ട്രിയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം ചെയ്യുന്നതാണോ അതോ ഇങ്ങനത്തെ സ്റ്റോറീസ് ചെയ്യുന്നതാണോ? இல்ல மக்களுக்கு பிடிச்ச மாதிரி நீங்க மாஸ் மூவி பண்ணாலும் சரி, கண்டென்ட் ஓரியன்டட் பண்ணாலும் சரி, பாக்குற ஆடியன்ஸ் என்டர்டெயின் பண்ணீங்கன்னா, அவங்களை என்கேஜ் பண்ணீங்கன்னா எந்த இண்டஸ்ட்ரியா இருந்தாலும் அது ஹெல்த்தியா தான் இருக்கு. இப்ப சமீபமா அது இன்னும் சொல்ல போனா ஆஃப்டர் இந்த ஓடிடி பிளாட்ஃபார்ம்ஸ் எல்லாம் வந்ததுக்கு அப்புறமா மக்கள் தியேட்டருக்கு வரது ஒரு பக்கம் குறைஞ்சிருச்சுங்கிற கம்ப்ளைண்ட் இருந்தாலும் கூட நல்ல படங்களை தொடர்ந்து அவங்க பார்த்துட்டு தான் இருக்காங்க. அது தமிழ், தெலுங்கு இதெல்லாம் தாண்டி நான் இன்டர்நேஷனல் ஸ்டாண்டர்ட் சொல்றேன். நிறைய பேர் இப்போ கொரியன் மூவிஸ் பார்க்கறதா இருக்கட்டும், பிரெஞ்சு மூவிஸ் பார்க்கறதா இருக்கட்டும், இங்கிலீஷ் மூவிஸ் பார்க்கறதா இருக்கட்டும், ஸோ நல்ல படங்கள் தொடர்ந்து உங்களுக்கு கிடைச்சிட்டு தான் இருக்கு. എല്ലാ ഇൻഡസ്ട്രിയുமே ആരോഗ്യமாக தான் இருக்கு. സാർ, ഇപ്പോൾ ഇൻഡസ്ട്രി ഏറ്റവും ഫേസ് ചെയ്യുന്നത് റിവ്യൂസ് ആണ്. ഒരു ഫിലിം ഇറങ്ങി ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടാതെ അതിന് മുമ്പ് റിവ്യൂസ് വരുമ്പോഴേക്കും ഈവൻ തോ നെഗറ്റീവ് ആണ് അതിന്റെ കളക്ഷനെ ബാധിക്കുന്നുണ്ട്. അപ്പം റിവ്യൂസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ஒரு 1 வீக் அப்புறமா இருந்தா பெட்டர், அது மட்டும்தான். அது வர்ற காலையில ஒரு 11 மணிக்கு ஷோ ரிலீஸ் ஆகும்போது சாயந்தரமே ப்ரொடியூசர் வீட்டில் உட்காந்து அழுகிற மாதிரி ஒரு ரிவ்யூஸ் கொடுக்கும்போது ரொம்ப கஷ்டமா இருக்குது. ஏன்னா அது பெருசா பாதிக்கிறது வந்து டைரக்டரை தாண்டி ஆக்டர்ஸை தாண்டி இந்த இன்வெஸ்ட் பண்ண ப்ரொடியூசரை தான் ரொம்ப பெருசா அது பாதிக்கும். ஸோ அட்லீஸ்ட் ஒரு 1 வீக் அப்புறமா பண்ணா இட் வில் பி பெட்டர். நீங்க எல்லாருமே தான் ரிவ்யூஸா, நீங்க எல்லாருமே தான். ஏன்னா இப்போ பெரிய பெரிய ரிவ்யூஸ் நம்ம நேரா போய் பார்த்து, இப்போ எங்க ஊர்லாம் ப்ளூ சட்டை மாறன்னு ஒருத்தர் இருக்காரு. இன்னைக்கு காலையில படம் வந்துச்சுன்னா அடுத்த நாள் காலையிலேயே வந்து அது என்ன ஆகுதுங்கிறத அவர் கையில இருக்குங்கிற அளவுக்கு இருக்கு. ஸோ அப்படி இங்க யாருன்னு எனக்கு தெரியல. ஆனா அவங்க எல்லாத்தையுமே ரெக்வெஸ்டாவே வச்சுக்கிறேன், தயவு செஞ்சு ஒரு 1 வீக் அப்புறமா ரிவ்யூ பண்ணீங்கன்னா இட் வில் பி பெட்டர். தேங்க்யூ. നമ്മളിപ്പം ഈ മലൈക്കോട്ട വാലിബന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പൊ വിമർശകർ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചല ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. പലതിലും ക്യാമറയ്ക്ക് മൂവ്മെന്റ് ഇല്ല എന്നുള്ള ഒരു പരാതി റിവ്യൂസിന്റെ ഇടയ്ക്ക് നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാൻ ജീവിച്ച് പോട്ടെ. എനിക്ക് ഈ പടം എങ്ങനെയെങ്കിലും 4 പേര് കണ്ടിട്ട് എന്തെങ്കിലും ആവണമെന്നുണ്ട്. വേറെ ഒരു പടത്തെ പറ്റി നമ്മളൊന്നും പറയാം. ബേസിക്കലി പറയുന്നത് എല്ലാ പടവും നല്ല സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ പറയുള്ളൂ. ഏത് പടം ഒരു പടം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും പറയില്ല അതൊന്നും കണ്ടിട്ട് പോക്കോ എന്നേ പറയുള്ളൂ. അല്ലാത്തൊരു പലതും പറയും. അത് ഓരോ ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു സിനിമയെ തള്ളി പറയാനോ ഒന്നിനുമല്ല. നമ്മളെ സിനിമ എല്ലാവരും കാണാം, അത്രേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ?
ഈ നമ്മുടെ ഭാഗത്തു നിന്ന് പടത്തിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ സിനിമയുടെ എൻ്റെ ബലം എന്ന് പറയുന്നത് എൻ്റെ ക്രൂ ആണ്. എൻ്റെ ക്രൂവിൽ ഉള്ള ഞങ്ങളുടെ സിനിമയുടെ ഭയങ്കര ബലമായ ഒരാൾ ആ സൈഡിൽ ഇരിപ്പുണ്ട്, ഈശോയെ പോലെ മുടിയേക്കോളം താടിയൊക്കെ ആയിട്ട്. പുള്ളി ഒരിക്കലും ഫ്രോളിക് ജോർജ്, പുള്ളി അതിലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ഫ്രോളിക്, ഒരു സെക്കൻഡ്. അതേപോലെ എൻ്റെ സിനിമയുടെ പല ഫോറസ്റ്റ് ഷൂട്ടിന്റെ സമയങ്ങളിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ പ്രൊഡ്യൂസറുടെ ബ്രദർ വിമൽ ഡോക്ടറാണ്, ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണ്. അഞ്ജുവിന്റെ കാല് തല്ലി ഓടിച്ചതിൽ പുള്ളിക്ക് കൈയുണ്ടോന്ന് എനിക്കറിയില്ല. ആ, സർജനാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ നന്ദി പറയണം. ഒപ്പം അതെ പ്രശാന്തേട്ടന്റെ അസോസിയേറ്റ് ആണ്. എനിക്ക് പലപ്പോഴും ഇവനെ തല്ലാനുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവൻ 100% പെർഫെക്ഷൻ ഉണ്ടായിട്ടേ ഷോട്ട് എടുക്കാൻ സമ്മതിക്കുള്ളൂ ക്യാമറ ഏരിയയിൽ. ചില സമയത്ത് നമുക്ക് ലൈറ്റ് പോകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് പറയാം എന്ന് പറയുമ്പോൾ ട്രോളിയോടും ചേട്ടാ 2 മിനിറ്റ് എന്ന് പറയും. ഇതെല്ലാം തോന്നിയിട്ടുണ്ട്. പിന്നെ അവൻ എന്നേക്കാൾ ഹൈറ്റും ആരോഗ്യവും ഉള്ളത് കൊണ്ട് ഞാൻ തല്ലിയിട്ടില്ല. എന്തായാലും താങ്ക്സ് ട്രോളി. അപ്പം എല്ലാവരും പടം കാണണം, കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും, നിങ്ങളെ സുഹൃത്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേയൊക്കെ സ്വീകരിക്കാറുണ്ട്. അത് പ്രൊഡ്യൂസർക്ക് സ്വീകാര്യമാവണമെന്നില്ല, പക്ഷെ അതില് ഒരു മയം ഉണ്ടാകണം. പിന്നെ നമ്മൾ ഈ അഭിപ്രായം എഴുതുന്നതിന് മുമ്പ് യു ഹാവ് ടു തിങ്ക് ട്വൈസ്. ഞാൻ പലപ്പോഴും ഒരു പടം കണ്ടിട്ട് പെട്ടെന്ന് എനിക്കൊരു അഭിപ്രായം തോന്നും, അതപ്പോൾ വിളിച്ച് പറയും. പിന്നെ രണ്ടാമത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞ അഭിപ്രായം തെറ്റല്ലേ? കാരണം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവായിക. ആ മനസ്സിലാകാത്തതിന്റെ കാരണം അതിന്റെ സംവിധായകൻ അത് ഫസ്റ്റ് വ്യൂവിൽ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമൊന്നുമില്ല. അതായത് അതിലൊരു ഇന്റലിജന്റ് ഒരു പൊടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ പടത്തില് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ കാണുന്ന സാഹചര്യങ്ങളുണ്ട്, നമ്മളുടെ കൂടെ കാണുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തൊരാൾ അതിനെ കുറിച്ച് മോശം പറഞ്ഞാൽ ഞാനും അത് മോശമായിട്ട് തോന്നിച്ചു പോകും. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരു പടത്തിന്റെ സക്സസിന്റെ പിന്നില്. അപ്പൊ അതായത് കൂടെ കാണുന്ന ഓഡിയൻസ് അന്ന് മോശമായിട്ട് ഒരു റിയാക്ഷൻസ്, ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്തേക്ക് കുറച്ച് കൂടുതൽ വിട്ട് ഒരു ഞെരുക്കം പെരുക്കൊക്കെ ഉണ്ടായാൽ തന്നെ ആ പടം ലാഗടിച്ചു പോകും. അതേ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് കണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പടത്തിന്റെ മേലെ നമുക്കൊരു മതിപ്പുണ്ടാവും. നല്ല പടമാണെന്ന് നമ്മൾ സ്വയം വിധി എഴുതും. നല്ലതും ചീത്തയൊക്കെ കുറേയൊക്കെ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സാധനത്തിന് ചീത്തയായിട്ടും കാണാൻ പറ്റും, ചീത്ത സാധനത്തിന് നന്നായിട്ടും കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി നിലനിൽക്കണം. ഇൻഡസ്ട്രി പടങ്ങൾ ഉണ്ടാവണം, ഒരുപാട് പടങ്ങൾ റിലീസാവണം. അങ്ങനെ റിലീസായാലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തിക്കും ഇനി പടമേ ഇല്ല, പടമൊക്കെ പൊളിഞ്ഞു പോയി. എല്ലാം ഇതേമാതിരി വാസ്റ്റ് പടം എന്ന് പറഞ്ഞില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും റിവ്യൂ എഴുതാൻ പറ്റുമോ? പിന്നെ വേറെ കാര്യങ്ങളെ കുറിച്ച് എഴുതാം. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി നിങ്ങളും ഞങ്ങളും ഒക്കെ ഒറ്റ ഇൻഡസ്ട്രിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഞങ്ങൾ വേറെയല്ല, വി ആർ വൺ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പടമാണിത്. സോ യു ഹാവ് ടു ഡു ദ മാക്സിമം സപ്പോർട്ട് ടു ദിസ് ഫിലിം. ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഇൻ മൈ 50 years എക്സ്പീരിയൻസിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് ഇത് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.